മഹാഭാരതത്തിൽ മനോഹരമായ ധാരാളം കഥകളുണ്ട്. അതിലേറ്റവും നല്ല കഥ ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിലിപ്പോൾ ഒരു 6-7 കഥകൾ ഇങ്ങനെ മിന്നി മറഞ്ഞു പോയി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിൽ ഒന്ന് ദേവവൃതന്റെ കഥയാണ്. ദേവവൃതൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഭീഷ്മരുടെ യഥാർത്ഥത്തിലുള്ള പേരായിരുന്നു ദേവവൃതൻ. അദ്ദേഹം ശാന്തനു മഹാരാജാവിനും ഗംഗാദേവിക്കും ജനിച്ച പുത്രനാണ്. കുരുവംശത്തിന്റെ കിരീടാവകാശിയും സിംഹാസന അവകാശിയും ഒക്കെ അദ്ദേഹമായിരുന്നു. ഇതിനിടയിലാണ് ശാന്തനു മഹാരാജാവ് സത്യവതിയുമായി പ്രണയത്തിലാകുന്നതും സത്യവതിയുടെ പിതാവായ മത്സ്യരാജൻ സത്യവതിയുടെ മക്കൾ കുരുവംശത്തിന്റെ അടുത്ത രാജാക്കന്മാരാകണം, സിംഹാസനത്തിന് അവകാശികളാകണം എന്നൊരു നിബന്ധന വെച്ചതും ശാന്തനു മഹാരാജാവ് ആ നിബന്ധന അംഗീകരിക്കാതെ തിരികെ വരുന്നതും സ്വന്തം പിതാവിന്റെ വിഷമത്തിന്റെ കാരണം അന്വേഷിച്ച് മനസ്സിലാക്കിയ ദേവവ്രതൻ സത്യവതിയുടെ പിതാവിന്റെ അടുക്കൽ ചെന്ന് ഞാൻ ഒരിക്കലും സിംഹാസനത്തിൽ അവകാശം ഉന്നയിക്കില്ല എന്ന് പറയുന്നു. എന്നാൽ മത്സ്യരാജാവ് പിന്നെ ആവശ്യപ്പെട്ടത് ദേവവ്രതന്റെ മക്കൾ വന്ന് സിംഹാസനം ചോദിച്ചാലോ എന്ന് ഒരു സംശയം പറയുന്നു. അപ്പോഴാണ് ദേവവ്രതൻ തന്റെ പ്രതിജ്ഞ എടുക്കുന്നത്. ഞാൻ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിരിക്കുമെന്നും എനിക്കൊരിക്കലും കുട്ടികൾ ജനിക്കില്ലെന്നുമുള്ള ഭീഷ്മ പ്രതിജ്ഞ ഭീഷ്മരെടുക്കുന്നു. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന പേര്, വിളിപ്പേര് വീണ് കിട്ടുന്നത്. ഭീഷ്മരുടെ ഈ പ്രതിജ്ഞയുടെ ഫലമായി സത്യവതി ശാന്തനു മഹാരാജാവിനെ കല്യാണം കഴിക്കുകയും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഭീഷ്മരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത, കൗശലത്തിലൂടെ നേടിയെടുത്ത സിംഹാസനത്തിലിരുന്ന സത്യവതിയുടെ മക്കൾക്കോ അടുത്ത തലമുറയ്ക്കോ സമാധാനമായി ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ മുഴുവൻ ദുരന്തവും കുരുവംശത്തിന്റെ നാശവുമെല്ലാം ഈ ഭീഷ്മർ തന്നെ കാണേണ്ടിയും വന്നു എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. ഭീഷ്മര് കിരീടവും സിംഹാസനവും അടുത്ത പരമ്പരയെ സൃഷ്ടിക്കാനുള്ള അവസരവുമെല്ലാം പിതാവിന് വേണ്ടി ഉപേക്ഷിച്ചപ്പോൾ പിതാവ് അദ്ദേഹത്തിന് കൊടുത്തത് സ്വയം മരണസമയം തിരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ള ഒരു വരമാണ്. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് കൊടുത്ത മകന് ഒരു അച്ഛൻ കൊടുത്ത വരമാണ് എന്നുള്ള നിലയിൽ മഹാഭാരതത്തിൽ ഇതിന് ഒരുപാട് സവിശേഷതകളൊക്കെ കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരശയ്യയിൽ കിടന്ന് ഭീഷ്മർ അനുഭവിച്ച് മരിച്ചതൊക്കെ നമ്മൾ മഹാഭാരതത്തിലൂടെ വായിച്ചറിഞ്ഞതാണ്. ശരിക്കും ഭീഷ്മരെടുത്ത ആ ഒരൊറ്റ പ്രതിജ്ഞ തന്നെയാണ് കുരുവംശത്തിന്റെ സർവനാശത്തിനും അല്ലെങ്കിൽ കുരുവംശം താറുമാറായി പോകുന്നതിന് കാരണമായി തീർന്നത്.